നമസ്കാരം, ഞാൻ രമേഷ് ഗോപാൽ, തനിമ സ്പെഷ്യൽ ന്യൂസ്. പഞ്ചായത്ത് അംഗത്തിന്റെ വീടിന് നേരെ ഗുണ്ടയുടെ അക്രമം. മലയങ്കീട് ഗ്രാമപഞ്ചായത്തിലെ അണപ്പാട് വാർഡംഗം ചന്ദ്രലേഖയുടെ വീടായ കുന്നമ്പാറ കൊഴുമം അശ്വതി ഭവനിലാണ് ഞായറാഴ്ച ഉച്ചയ്ക്ക് 1:30 മൂന്നംഗ സംഘം ബൈക്കിലെത്തി ആക്രമണം നടത്തിയത്. ചന്ദ്രലേഖ മാത്രമാണ് ഈ സമയം വീട്ടിൽ ഉണ്ടായിരുന്നത്. വീട്ടിനുള്ളിലേക്ക് അതിക്രമിച്ചു കിടന്ന അക്രമികൾ വീട്ടുപകരണങ്ങൾ എല്ലാം വലിച്ചെറിഞ്ഞു. ഭയന്നു നിന്ന ചന്ദ്രലേഖയുടെ കഴുത്തിൽ വാൾ വെച്ച് വധഭീഷണി മുഴക്കി. വസ്ത്രം വാൾ കൊണ്ട് കീറിയതായും ചന്ദ്രലേഖ പറഞ്ഞു. ബഹളം വച്ചപ്പോൾ സംഘം പുറത്തിറങ്ങി വീടിന്റെ ജനൽ ഗ്ലാസ് അടിച്ചു തകർത്തു. മലയങ്കീട് പഞ്ചായത്തിൽ BJPയുടെ അംഗമാണ് ചന്ദ്രലേഖ. മലയങ്കീട് ക്ഷേത്രത്തിലെ ഉത്സവവുമായി ബന്ധപ്പെട്ട സംഭവമാണ് അക്രമത്തിന് കാരണമായി പറയുന്നത്. ഉത്സവത്തിൽ ഗാനമേളയ്ക്കിടയിൽ നൃത്തം ചെയ്ത ചന്ദ്രലേഖയുടെ മകളുടെ ചിത്രം അക്രമി സംഘത്തിന് നേതൃത്വം നൽകിയ അഴകം സ്വദേശി ഹേമന്ത് ഫോണിൽ പകർത്തി. ഇത് പെൺകുട്ടിയുടെ സഹോദരൻ ചോദ്യം ചെയ്തു. തുടർന്ന് സ്ഥലത്തുണ്ടായിരുന്ന യുവാക്കൾ പെൺകുട്ടിയുടെ സഹോദരനൊപ്പം ചേർന്ന് അയാളെ അവിടെ നിന്ന് മാറ്റി. ഇതിനുള്ള പ്രതികാരമായാണ് ഹേമന്ത് സംഘവും അവരുടെ വീട്ടിലെത്തിയതെന്ന് പോലീസ് പറയുന്നു. സംഭവത്തിൽ ഉൾപ്പെട്ട മടത്തിങ്കൽക്കരയിലുള്ള യുവാക്കളെ അന്വേഷിച്ചും അക്രമി സംഘം എത്തിയിരുന്നു. പോലീസ് എത്തിയതോടെ അവർ അവിടെ നിന്നും കടന്നു. മലയങ്കീട് SHO രാകേഷ് സ്ഥലത്തെത്തി വിവരങ്ങൾ ശേഖരിച്ചു. മാറനല്ലൂർ സ്റ്റേഷൻ പരിധിയിൽ താമസിക്കുന്ന പ്രതിക്കെതിരെ നിരവധി കേസുകളുണ്ടെന്ന് പോലീസ് പറഞ്ഞു. എന്താണ് സംഭവിച്ചിരിക്കുന്നത്? സംഭവിച്ചത് ഇന്ന് ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി 1:30-2 മണിയോടുകൂടി എൻ്റെ വീട്ടിലേക്ക് 3 അംഗ സംഘം ഗുണ്ടാ സംഘം വരികയും എന്നെ വടിവാൾ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ കാട്ടി ഭീഷണിപ്പെടുത്തി എൻ്റെ കഴുത്തിന് പിടിച്ച് കൊല്ലുന്ന രീതിയിൽ എന്നെ വധിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തിരുന്നു. അതിന് എൻ്റെ മോനെ അന്വേഷിച്ചാണ് അവർ വന്നത്. അതിന് ആസ്പദമായിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഏപ്രിൽ 8-ാം തീയതി മലയങ്കീട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ആറാട്ട് ഉത്സവം നടക്കുകയായിരുന്നു. 8-ാം തീയതി ഗാനമേള സമയത്ത് എൻ്റെ മോളും എൻ്റെ ചേട്ടൻ്റെ മോൻ്റെ ഭാര്യയും കൂടി അവിടെ ഡാൻസ് കളിക്കണ്ടേ, അത് ചെയ്യരുത് എന്ന് എൻ്റെ മോൻ വിലക്കിയിരുന്നു. വീഡിയോ എടുക്കുന്ന വിലക്കിയിരുന്നു. ഹേമന്ത് എന്ന് പറയുന്ന ഗുണ്ട അവിടെ വീഡിയോ എടുത്തിരുന്നു. അവര് ഡാൻസ് കളിക്കുന്ന വീഡിയോ എടുക്കരുതെന്ന് കൃത്യമായി പറഞ്ഞിരുന്നു. കുറച്ച് സമയം കഴിഞ്ഞ് അവൻ വീണ്ടും വീഡിയോ എടുത്തതിനെ തുടർന്ന് അത് ചോദ്യം ചെയ്തിരുന്നു. അത് നാട്ടുകാരുൾപ്പെടെ അതിൽ നിന്ന് ഹേമന്തിനെ പറഞ്ഞു വിലക്കിയിരുന്നു. ഈ ഒരു സംഭവത്തിനെ തുടർന്നാണ് ആസ്പദമായിട്ടാണ് ഇന്ന് ഇത്തരത്തിലൊരു ആക്രമണം നടന്നത്. വ്യക്തിപരമായിട്ട് എന്തെങ്കിലും നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഇല്ല, എനിക്ക് വ്യക്തിപരമായിട്ട് ഞാൻ ഹേമന്ത് എന്ന് പറയുന്ന ഗുണ്ടയോട് ഹേമന്ത് എന്ന് പറയുന്നത് ഈ മലയങ്കീട് സംബന്ധിച്ചിടത്തോളം ഈ നാടിന് തന്നെ ഭീഷണിയായിട്ടുള്ള കാപ്പ കേസ് പ്രതിയായ ഒരു ഗുണ്ടയാണ്. അതെ, അറിയാം. ഇവനറിയാത്ത അയാളെ ഇപ്പൊ തപ്പുന്നു, കിട്ടുന്നില്ല എന്നാണ് പറയുന്നത്. അയാളെ 20ഓളം കേസിലെ പ്രതിയാണ് നിലവില്. പല കേസുകളിലും ഇപ്പോഴും പിടികിട്ട പുള്ളിയായിട്ടൊക്കെ നടക്കുന്ന ഒരാളാണ്. MDMA പോലുള്ള ലഹരി അടിമയാണ്. ഇത്തരത്തിലുള്ളൊരു സാമൂഹ്യ വിപത്തിനെ അറിയാത്തവരായിട്ട് ഈ മലയങ്കീട് പഞ്ചായത്തിൽ ആരുമില്ല. അവന് FIR തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഉടനെ തന്നെ അവനെ കണ്ടുപിടിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നേരിടും. ഇതിന് നാളെ സംസ്ഥാന പോലീസ് മേധാവി DGP ഉൾപ്പെടെയുള്ള ആൾക്കാരെ കണ്ട് പരാതി കൊടുക്കുന്നുണ്ട്. കാരണം ഇത്തരത്തിലൊരു ഗുണ്ട വീട്ടിൽ കയറി എന്നെ കൊല്ലാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ അത് ചെറിയൊരു കാര്യമായിട്ട് കാണുന്നില്ല. നാളെ ഇന്ന് എനിക്ക് സംഭവിച്ചത് നാളെ മറ്റൊരാൾക്ക് സംഭവിക്കും. ഇത്തരത്തിൽ നാട്ടിലെ ജനങ്ങളെ ഞാൻ വീട്ടിൽ ഒട്ടിക്കണ്ടെന്നുള്ളൂ. ഇല്ല, ഒന്നും പോയിട്ടില്ല. അയാൾക്ക് എന്നെ കൊല്ലുക എന്നുള്ള ഉദ്ദേശമാണ് ഉണ്ടായിരുന്നത്. മോഷണ ശ്രമം ഒന്നും നടന്നിട്ടില്ല. വധശ്രമമാണ് നടന്നിട്ടുള്ളത്. ഇല്ല, ഒന്നുമില്ല. എന്റെ വീട്ടിൽ അയാൾ അടിച്ചു പൊട്ടിച്ചതിന് തെളിവുണ്ട്. അയാൾ തൊട്ടടുത്ത വീട്ടിൽ വന്ന് എന്റെ വീട് അന്വേഷിച്ചിട്ടുണ്ട്. കൃത്യമായിട്ട് അതിനുള്ള ആൾക്കാർ കണ്ടിട്ടുണ്ട്, പലരും കണ്ടിട്ടുണ്ട്. ഇയാൾ എന്റെ വീട്ടിൽ നിന്ന് എന്നെ ആക്രമിച്ചു. അതെ, എന്നെ വീട് ആക്രമിച്ചിട്ട് ഇറങ്ങി പോകുന്നതും പലരും കണ്ടിട്ടുണ്ട്.